ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു ധൈര്യം വേണം നമുക്ക്, ഒരു ധൈര്യം. മക്കളെല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്ന ധൈര്യമല്ല. ഇനി എനിക്ക് പേടിക്കണ്ട ഉസ്താദേ, എൻ്റെ കാലശേഷം മക്കൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി. അതിലൊരു പുണ്ണാക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അത്ര നിസ്സാര വാക്കോടുകൂടി ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയ ഒരു കാര്യമില്ല. അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർ ജീവിക്കും, ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും ജീവിക്കും. എൻ്റെ ഈ ഉസ്താദുമാരുടെയൊക്കെ വാപ്പ മരിച്ചപ്പോൾ, എവിടെ വാപ്പ മരിച്ചോന്ന് എനിക്കറിയില്ല, എൻ്റെ വാപ്പ ഏതായാലും മരിച്ചു. മരിക്കുമ്പോൾ അനന്തര സ്വത്തായിട്ട് ഒന്നും തന്നിട്ടല്ല പോയത്, ഒന്നുമില്ലായിരുന്നു, ഒന്നും. പക്ഷെ നമ്മൾ ജീവിക്കുന്നില്ലേ? ജീവിതകാലം മുഴുവനും മക്കൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട്, അവിടെ ബിൽഡിങ് ഇവിടെ ബിൽഡിങ്, അത് ഇളയ മോന് ഇത് മൂത്ത മോന്, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. എത്ര ഖബറിൻ്റെ അകത്ത് ഇന്ന് മക്കൾ അവരെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, സഹാബികളിൽ ഏറ്റവും പ്രമുഖൻ. യഥാർത്ഥ പേര് മുസ്അബ് എന്നാണ്. പറഞ്ഞ് അങ്ങനെ കേട്ടു പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ പറയുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന്. സഹാബികളിൽ പ്രമുഖനാണ്. പ്രമുഖൻ എന്ന് മാത്രമല്ല, സുന്ദരനാണ്. അതുപോലെ ഭംഗിയുള്ള ഒരു സ്വഹാബി വേറെ ഇല്ലായിരുന്നു. അത്രമേൽ സുന്ദരനാണ്, സുമുഖനാണ്, ഒത്ത ശരീരമാണ്. നോക്കുമ്പോ പെട്ടെന്നൊരു പൊക്കം കൂടുതൽ, അല്ലെങ്കിൽ ഒരു പൊക്കക്കുറവ്, അല്ലെങ്കിൽ അവിടെ ഒരു ഭംഗി കൂടുതൽ, അല്ലെങ്കിൽ മൂക്ക് കൊള്ളാം, ചുണ്ടുപോരാ, അങ്ങനൊന്നുമില്ല. എല്ലാം ഒത്തിണങ്ങിയ അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്ത് കണ്ടെത്താനും കഴിയാത്ത വിധം സുന്ദരൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അതിനപ്പുറം ഒരു സമ്പന്നനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അത്ര സമ്പന്നൻ. ഏത് തോട്ടം കാണിച്ചാലും മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്കുള്ളത്, അല്ലെങ്കിൽ ഉപ്പാക്കുള്ളത്, അല്ലെങ്കിൽ കൂട്ടുകാർക്കുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളത്. കൂടപ്പുറപ്പിനുള്ളത്, കൂട്ടുകാർക്കല്ല, കൂടപ്പുറപ്പുകൾക്കുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളത്. ഏത് കൊട്ടാരം കാണിച്ചാലും, ഏത് സൗഭാഗ്യങ്ങൾ കാണിച്ചാലും അതൊക്കെ ആ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ജീവിച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹു, ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ കവാടം തുറന്ന് മക്ക മരുഭൂമിയിലൂടെ ഖിദ്മത്തിന്റെ വിളിയാളം നടത്തി, അല്ലാഹുവാണ് ഏകനെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി, ഞാനാ പടച്ചവന്റെ റസൂലാണെന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോൾ മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ആ കരമുത്തി ഇസ്ലാം മതം സ്വീകരിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞുകൊണ്ട് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഉമ്മ മുസ്ലിമായില്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നും മുസ്ലിമായില്ല. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി. എന്നിട്ടോ അദ്ദേഹത്തിന്റെ മാതാവ് തന്നെ ഭക്ഷണം കൊടുക്കാതെ തന്റെ ഭവനത്തിന്റെ അകത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ അടച്ചിട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഉമ്മ തന്നെ ഭക്ഷണം കൊടുത്തില്ല. ഇസ്ലാം മതം സ്വീകരിച്ചതുകൊണ്ട് മാതാവ് തന്നെ ഭക്ഷണം കൊടുത്തില്ല. റൂമിന്റെ അകത്ത് കൈയും കാലും കെട്ടിയിട്ട് പ്രിയപ്പെട്ട മാതാവ് ഗുണ്ടകളെ കൊണ്ടുവന്ന് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തല്ലി ചതച്ചു. ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു, കണ്ണിൽ നിന്ന് ചോര വീണു. മുസ്അബ് റളിയല്ലാഹു അൻഹു അനേകം പ്രാവശ്യം ആ റൂമിന്റെ അകത്ത് ബോധരഹിതനായി നിലത്തു വീണു. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ ആട്ടിൻ തോലിൽ കൊണ്ട് നിർമ്മിച്ച അരപ്പട്ട ചുറ്റി പിൽക്കാലത്ത് ആരംഭപ്പൂവിന്റെ മുമ്പിലൂടെ കടന്നു വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ അത്രയും സഹിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് വേണ്ടിയാ സഹിച്ചത്. ബിസിനസ് നടത്തിയതിന് വേണ്ടിയിട്ടല്ല, സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാ പദവിയും എല്ലാ പ്രാപ്തിയും ഉണ്ടായിരുന്നതിനോടൊപ്പം മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അതിനെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചതിന് വേണ്ടി ശത്രുക്കൾ ഉപദ്രവം നടത്തി. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പാദ്യം മുഴുവനും ശത്രുക്കൾ കൊണ്ടുപോയി. ഒരു ഈന്തപ്പന മരം പോലും ലഭിക്കാതെ, ധരിച്ചിരുന്ന വസ്ത്രത്തിന് പോലും അവകാശമില്ലെന്ന് പറഞ്ഞ് മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഓടേണ്ടി വന്നു. പിന്നീട് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയ മരണമായിരുന്നു. 40 വയസ്സ് പൂർത്തിയായപ്പോൾ
മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ലോകത്തുനിന്ന് വിട പറയുമ്പോ സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഒരു കമ്പിളിപ്പുതപ്പ് മാത്രമായിരുന്നു മുസ്ലിമേ.